വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലത്തെ ഒരു ബ്രൗൺ ടോണിലുള്ള പ്രീസെറ്റ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു പ്രീസെറ്റ് ഇതുപോലത്തെ ഐഫോണിലൊക്കെ എടുത്ത ഫോട്ടോനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഫോട്ടോ അനുസരിച്ച് ചെറിയൊരു അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ വരുത്തിയാൽ അടിപൊളിയായിട്ട് ഈ ഒരു ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പാസ്വേഡ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് പാസ്വേഡ് കിട്ടിയതിന് ശേഷം മാത്രം പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ പാസ്വേഡ് എങ്ങനെ കിട്ടുമെന്ന് അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ മുകളിൽ വന്ന ആ ഒരു വീഡിയോ കാണാം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് താഴെ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് പാസ്വേഡ് കിട്ടുക എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്ററും അതിനുശേഷം എന്തൊക്കെ ടൂൾസാണ് ഈ ഒരു പ്രീസെറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ആ ഒരു പ്രീസെറ്റ് ഡൗൺലോഡ് എടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ പാസ്വേഡൊക്കെ കിട്ടിയതിന് ശേഷം താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു പ്രീസെറ്റിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രീസെറ്റിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാൻ പറ്റും. ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ബട്ടൺ കാണാം. റെഡ് ബോക്സിൽ ഡൗൺലോഡ് പ്രീസെറ്റ് നൗ എന്നിട്ട് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്ററിൻ്റെ അടിയിലായിട്ട് ഡൗൺലോഡ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പാസ്വേഡ് ജസ്റ്റ് ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗം ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് ബ്ലർ ചെയ്യും. അതിനുശേഷം സബ്മിറ്റ് ചെയ്തൊരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം DNG ഫോർമാറ്റാണോ XMP ഫോർമാറ്റാണോ ചോദിക്കും. അപ്പോൾ നിങ്ങൾ മൊബൈലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ DNG ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. അതല്ല നിങ്ങൾ ഫോട്ടോഷോപ്പ് ലൈറ്റ്റൂം CC ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് XMP ഫോർമാറ്റ് യൂസ് ചെയ്തതിന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇതിനുശേഷം നമുക്ക് നേരെ ലൈറ്റ് റൂമിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.